ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ബോളിവുഡിന് വിജയം സമ്മാനിച്ച 10 സിനിമകളുടെ പട്ടികയാണ് ഈ വീഡിയോ. ഫെബ്രുവരി 14 തിയേറ്ററിലെ ചാവ എന്ന സിനിമയാണ് ആദ്യ വിജയചിത്രം. ശിവാജി സാവന്തിന്റെ മറാത്തി നോവലായ ചാവയെ ആസ്പദമാക്കി മഡോക്ക ഫിലിംസ് നിർമ്മിച്ച ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ലക്ഷ്മൺ ഉദേക്കറാണ്. വിക്കി കൗശൽ, അക്ഷയ് ഖന്ന, രശ്മിക മന്ദാന എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ. 150 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ 601 കോടി 54 ലക്ഷം രൂപയാണ് നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയത്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 716 കോടി 88 ലക്ഷം രൂപയുമാണ്. വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 807 കോടി 88 ലക്ഷം രൂപയുമാണ്. ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ഗോപിചന്ദ് മലിനേനി തിരക്കഥ സംവിധാനം ചെയ്ത ജാട്ട് എന്ന സിനിമ ഏപ്രിൽ 10 തിയേറ്ററിലെത്തിയത്. സണ്ണി ഡിയോൾ, രൺദീപ് ഹുഡ, രജീന കസാന്ദ്ര, വിനീത് കുമാർ സിംഗ്, സയാമി ഖേർ, രമ്യ കൃഷ്ണൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. 80 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി നേടിയെടുത്തത് 88 കോടി രൂപയാണ്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 105 കോടി രൂപയും നേടിയെടുത്തിരുന്നു. വേൾഡ് വൈഡ് കളക്ഷനായി 120 കോടി കളക്ട് ചെയ്ത ഈ സിനിമ ഹിറ്റ് പട്ടികയിലാണ് സ്ഥാനം പിടിച്ചിട്ടുള്ളത്. രാജ്കുമാർ ഗുപ്ത സംവിധാനം ചെയ്ത് മെയ് 1 തിയേറ്ററിലെത്തിയ സിനിമയാണ് റെയ്ഡ് 2. അജയ് ദേവ്ഗൺ, റിതേഷ് ദേശ്മുഖ്, വാണി കപൂർ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. 100 കോടി ബഡ്ജറ്റിൽ നിർമ്മിക്കപ്പെട്ട ഈ സിനിമ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി നേടിയെടുത്തത് 173 കോടി 5 ലക്ഷം രൂപയും ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 206 കോടി രൂപയുമായിരുന്നു. ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷനായി 237 കോടി രൂപ ഈ സിനിമ നേടിയെടുത്തിരുന്നു. സൂപ്പർ ഹിറ്റ് വിജയമാണ് സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. കരൺ ശർമ്മ സംവിധാനം ചെയ്ത് മെയ് 23 തിയേറ്ററിലെത്തി വിജയം നേടിയെടുത്ത ബോളിവുഡ് സിനിമയാണ് ഭൂൾ ചുക്ക് മാഫ്. ചിത്രത്തിൽ രാജ്കുമാർ റാവു, വാമിക ഗബ്ബി, സഞ്ജയ് മിശ്ര എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. 45 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി നേടിയെടുത്തത് 74 കോടി രൂപയാണ്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 86 കോടി കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തത് 90 കോടി രൂപയുമാണ്. സിനിമ ആവറേജ് വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ആമിർ ഖാൻ നിർമ്മിച്ച് RS പ്രസന്ന സംവിധാനം ചെയ്ത് ജൂൺ 20 തിയേറ്ററിലെത്തിയ സിനിമയാണ് സിതാരെ സമീം പർ. ആമിർ ഖാൻ, ജനീലിയ ഡിസൂസ, ആശിഷ് പെൻസെ എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ. 80 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ നെറ്റ് കളക്ഷനായി നേടിയെടുത്തത് 167 കോടി രൂപയും ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 200 കോടി 25 ലക്ഷം രൂപയുമായിരുന്നു. സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തത് 267 കോടി രൂപയുമാണ്. ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ചാവയ്ക്ക് ശേഷം 2025 മികച്ച വിജയം നേടിയെടുത്ത അടുത്ത സിനിമ സയ്യാരയായിരുന്നു. മോഹിത് സൂരി സംവിധാനം ചെയ്ത് ജൂലൈ 18 തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ അഹാൻ പാണ്ഡെ, അനീഷ് ബദ്ദ, രാജേഷ് കുമാർ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. 50 കോടി മാത്രം ബഡ്ജറ്റുള്ള ഈ സിനിമ 329 കോടി 50 ലക്ഷം രൂപയാണ് നെറ്റ് കളക്ഷനായി നേടിയെടുത്തത്. ഗ്രോസ് കളക്ഷനായി 399 കോടി കളക്ട് ചെയ്ത ഈ സിനിമ ലോകമെമ്പാടുമായി 570 കോടി 10 ലക്ഷം രൂപയാണ് നേടിയെടുത്തത്. ഈ സിനിമയും ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് സ്വന്തമാക്കിയത്. സുഭാഷ് കപൂർ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 19 തിയേറ്ററിലെത്തിയ സിനിമയാണ് ജോളി LLB 3. അക്ഷയ് കുമാർ, അർഷാദ് വാഴ്സി, സൗരഭ് ശുക്ല എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. 95 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ 117 കോടി 10 ലക്ഷം രൂപയാണ് നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയത്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 140 കോടി കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തത് 174 കോടി രൂപയായിരുന്നു. ഹിറ്റ് പട്ടികയിലാണ് ഈ സിനിമ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. മിലാബ് സവേരി തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 21 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ഏക് ദിവാനെ കി ദിവാനിയത്ത്. ഹർഷവർദ്ധൻ റാണെ, സോനം ബെജ്വ എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ. 35 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ 79 കോടി രൂപയാണ് നെറ്റ് കളക്ഷനായി നേടിയെടുത്തത്. ഗ്രോസ് കളക്ഷനായി 93 കോടി 77 ലക്ഷം നേടിയെടുത്ത ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 110 കോടി 27 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ സിനിമ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ആനന്ദൽ റായ് സംവിധാനം ചെയ്ത് നവംബർ 28 തിയേറ്ററിലെത്തിയ സിനിമയാണ് തേരെ ഇഷ്ക് മേം. ധനുഷ്, കൃതി സനോൻ, പ്രകാശ് രാജ് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. 85 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ 116 കോടി 75 ലക്ഷം രൂപയാണ് നെറ്റ് കളക്ഷനായി നേടിയെടുത്തത്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 140 കോടി നേടിയെടുത്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 165 കോടി രൂപയായിരുന്നു. ഹിറ്റ് പട്ടികയിലാണ് ഈ സിനിമ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. രൺവീർ സിംഗ് നായകനായി ആദിത്യധർ തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 5 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് ഇപ്പോഴും ജൈത്രയാത്ര തുടരുന്ന സിനിമയാണ് ദുരന്തർ. അക്ഷയ് ഖന്ന, സഞ്ജയ് ദത്ത്, മാധവൻ, അർജുൻ രാംപാൽ, സാറ അർജുൻ, രാകേഷ് ബേദി എന്നിങ്ങനെ നല്ല താരനിരയുള്ള ഈ സിനിമ 2025 ബോളിവുഡിൽ മാത്രമല്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ ഭാഷകളിൽ തിയേറ്ററിലെത്തിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ കൂടിയായി മാറിയിരിക്കുകയാണ്. ഇന്നലെ വരെയുള്ള 46 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 995 കോടി കളക്ട് ചെയ്ത ഈ സിനിമ വിദേശത്ത് നിന്ന് 295 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. ട്രാക്കേഴ്സ് കണക്ക് പ്രകാരം ആദ്യ 46 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 1290 കോടി കളക്ട് ചെയ്ത ഈ സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 1350 കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. 2025 വിജയം നേടിയെടുത്ത 10 ബോളിവുഡ് സിനിമകളാണ് ഈ സിനിമയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.